പറ്റുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. പറ്റുമെങ്കിൽ ഓഫ് ടോപ്പിക്കാണ്. ഞാൻ ഈ വിഷയം ഇരുന്ന് എഴുതിയതാണ്. ഒരു ദിവസം ഉറക്കമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇരുന്ന് എഴുതാറുണ്ട്. രാത്രി ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിരുന്നു വായിക്കുക എഴുതാറുണ്ട്. അങ്ങനെ എഴുതിയൊരു ടോപ്പിക്കാണ്. അത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മളിൽ പലരും ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ പോകുന്നവരുണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് ശത്രുക്കളുണ്ടാവും ഇല്ലേ? പല ടൈമിലായിട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ശത്രുവിനെ നമ്മൾ ഇവരെങ്ങനെയാണ്, ഇവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നതിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. ഇവർക്ക് എത്രത്തോളം പറ്റുന്നതിനെ പറ്റി ഒരു ധാരണ നമുക്കുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും ഒരു ശത്രുവിന് നമ്മളെ വഞ്ചിക്കാൻ പറ്റില്ല. അതാണ് ഐറണി. നമ്മളെ വഞ്ചിക്കാൻ പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് ചേർത്ത് നിർത്തുന്ന ആളുകൾക്കായിരിക്കും. നമ്മൾ അത്രത്തോളം പിടിച്ചു നിർത്തുന്നവർക്കേ നമ്മളെ വഞ്ചിക്കാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ്, സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അന്നേരം ഇതൊന്ന് മനസ്സിലാക്കാനും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനോ ഇത് ഒന്ന് പ്രോഗ്രാം ചെയ്യാൻ തന്നെ നമ്മൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ തിരിച്ച് തർക്കിക്കാനോ വഴക്കിടാനോ ഒരു ശത്രുവിനെ എതിരെ റിയാക്ട് ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. അതങ്ങനെയാണ്. കാരണം നമ്മളാരും സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ല, നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ്. നമ്മൾ വീണ് പോകും. അതങ്ങനെയാണ്. ഈ പരിപാടി അങ്ങനെയാണ്. നമ്മളെ എനർജി ഉണ്ടായിരിക്കില്ല, ഒരു കാര്യത്തിനും എനർജി ഉണ്ടായിരിക്കില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വയം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ആളുകളോട് അടുപ്പമുള്ളവരോട് ഷെയർ ചെയ്യുക. അതായത് ഇത് മൊത്തം ഉള്ളിൽ പ്രഷർ കൊടുത്ത് വെക്കാതെ ഏറ്റവും അടുപ്പമുള്ള കുറച്ച് പേരോട് കാര്യങ്ങൾ പറയുക, നടന്ന കാര്യങ്ങൾ പറയുക. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു സാധനമുണ്ട്, ബെന്യാമിൻ എഴുതിയതുപോലെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിത കഥ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കഥകളാണ്, കെട്ടുകഥകൾ മാത്രമാണ്. അത് അവരുടെ ലൈഫിൽ വരുന്നത് വരെ, അവരുടെ അനുഭവത്തിൽ വരുന്നത് വരെ അത് അവർക്ക് കഥകൾ മാത്രമാണ്. ഒരു പെർസെൻറ്റേജിനപ്പുറം അവർക്കൊണ്ടൊരിക്കലും അതെന്താണ്, നമ്മൾ എന്താണ് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു നല്ലൊരു സുഹൃത്തിനോ നല്ലൊരു അടുപ്പമുള്ള ഒരാൾക്കോ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും, നമ്മളെ കേട്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആർക്ക് വേണമെങ്കിലും നമുക്ക് നമ്മളെ വേണം എന്നെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. വേറെ ആർക്ക് വേണ്ടെങ്കിലും, വേറെ ആര് പറ്റിച്ചിട്ട് പോയാലും, വേറെ ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ വേണം, നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് പല കാര്യങ്ങളിൽ ചെയ്യാനുണ്ടെന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതൊരിക്കലും ഒരു സ്വാർത്ഥതയല്ല, സ്വാർത്ഥമായൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു കാര്യമല്ല. എനിക്ക് എൻ്റെ വൈഫിനെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റണം, എൻ്റെ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും സ്വാർത്ഥമായൊരു കാര്യമല്ല. അത് ചെയ്യുക, മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് നടന്ന കാര്യങ്ങൾ ഇന്നതാണ്, ഇതിൽ വേറൊന്നും ചെയ്യാനില്ല. പറ്റുമെങ്കിൽ അവരോട് ക്ഷമിക്കുക, മുന്നോട്ട് പോവുക, മൂവ് ഓൺ. വേറെ പരിപാടികളൊന്നുമില്ല നമുക്ക്. കാരണം ഇത് ആലോചിച്ച് ഇതിന് റിവെഞ്ച് എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ ദുഷിച്ചു പോകത്തതേ ഉള്ളൂ. നമ്മുടെ അത്രയും സമയം പോകും, നമ്മുടെ എനർജി പോകും, നമ്മുടെ ക്യാരക്ടറെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതിനൊന്നും നിൽക്കാതെ പറ്റുമെങ്കിൽ അവരോട് ക്ഷമിച്ച് ഈ കാര്യങ്ങൾ നടന്നത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, സ്വയം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അടുത്ത വഴിയിലേക്ക് പോവുക. നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഞാനൊരു ദിവസം ഉറക്കമില്ലായിരുന്നപ്പോൾ എഴുതിയതാണ്, പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ.